Hello students, welcome to Online Mathematics Cafe. അപ്പോൾ ഈ വീഡിയോ നമ്മൾ സെക്കൻഡ് ചാപ്റ്റർ ബാങ്കിങ്ങിലെ 3 മാർക്ക് ക്വസ്റ്റ്യൻ ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ക്വസ്റ്റ്യൻ ഏതാണെന്ന് നോക്കാം. David opened a recurring deposit account in a bank and deposited rupees 300 per month for 2 years. If he received rupees 7,725 at the time of maturity, then find the rate of interest per annum. ഇത് ICSE 2008 ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇവിടെ എന്തൊക്കെയാണ് തന്നിട്ടുള്ളത് നമുക്ക് നോക്കാം. ഡേവിഡ് ഒരു റെക്കറിംഗ് ഡെപ്പോസിറ്റ് അക്കൗണ്ട് തുടങ്ങിയിട്ടുണ്ട് അല്ലേ. മന്ത്ലി ഡെപ്പോസിറ്റ് ചെയ്തേക്കുന്ന എമൗണ്ട് 300 ആണെന്ന് തന്നിട്ടുണ്ട്. സോ പി എന്ന് പറയുന്നത് എത്രയാണ്? റുപ്പീസ് 300. ദെൻ എൻ എന്ന് പറയുന്നത് 2 ഇയറിലാണ് തന്നേക്കുന്നത്. അത് മന്തിലോട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ 24 months എന്നാവും. ദെൻ റുപ്പീസ് 7,725 ആണ് മെച്യൂരിറ്റി ടൈമിൽ കിട്ടിയത്. ദാറ്റ് മീൻസ് മെച്യൂരിറ്റി വാല്യൂ ആണ് ഇവിടെ തന്നിരിക്കുന്ന 7,725. നമുക്ക് കണ്ടുപിടിക്കേണ്ട എന്താണ്? റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആണ് കാണേണ്ടത്. ക്ലിയർ അല്ലേ? അപ്പോൾ ഇതിനെ നമ്മൾ യൂസ് ചെയ്യുന്ന ഫോർമുല ഏതാണ്? MV ഈക്വൽ ടു PN ഇൻറ്റു 1 പ്ലസ് R ഇൻറ്റു N പ്ലസ് 1 ബൈ 2 ഇൻറ്റു 12 ഇൻറ്റു 100. അപ്പോൾ ഈ ഫോർമുലയിൽ അപ്ലൈ ചെയ്ത് വേണം നമുക്ക് R കാണാനായിട്ട്. ഓക്കെ അല്ലേ? അപ്പോൾ നമുക്ക് ആ ഫോർമുല ഇങ്ങോട്ട് കൊണ്ടുവരാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഫോർമുല. ഞാൻ കുറച്ച് വലുതാക്കി തരാം. ഓക്കെ അല്ലേ? ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ഫോർമുല. അപ്പോൾ നമുക്ക് തന്നിട്ടുള്ളതെല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ MV നമുക്ക് തന്നിട്ടുണ്ട് 7,725 ഈക്വൽ ടു P 300 ആണ്. N എന്ന് പറയുന്നത് 24. ബ്രാക്കറ്റിൻ്റെ അകത്ത് 1 പ്ലസ് R ഇൻറ്റു 24 പ്ലസ് 1 25 ബൈ 2 ഇൻറ്റു 12 ഇൻറ്റു 100. ഓക്കെ അല്ലേ? ഇനി നമുക്ക് ഇവിടെ ക്യാൻസലേഷൻ ഉണ്ടോ എന്ന് നോക്കുക. അപ്പോൾ നമുക്ക് നോക്കിക്കേ, ഇവിടെ നമുക്ക് 25ഉം 100ഉം 4 ടൈംസ് ക്യാൻസൽ ചെയ്യാൻ പറ്റും. പിന്നെ വേറെ ക്യാൻസലേഷൻ ഒന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് ഇനി ഇവരെ രണ്ടുപേരെ എന്ത് ചെയ്യാം? ലെഫ്റ്റ് സൈഡിലോട്ട് കൊണ്ടുപോവാം. ഓക്കെ അല്ലേ? അപ്പോൾ 7,725 ഡിവൈഡഡ് ബൈ 300 ഇൻറ്റു 24 ഈക്വൽ ടു അടുത്തത് എന്ത് വരും? 1 പ്ലസ് R ബൈ 2 ഇൻറ്റു 12 ഇൻറ്റു 4 എന്ന് കിട്ടും. ഓക്കെ അല്ലേ? ഇനി ഇവിടെ ക്യാൻസലേഷനിൽ നമുക്ക് ഇവിടെ എന്താണ് ചെയ്യാൻ പറ്റുന്നതെന്ന് നോക്കാം. അപ്പോൾ 7,725ഉം 300ഉം 25ൻ്റെ ടേബിളിൽ നമുക്ക് എന്ത് ചെയ്യാം? കട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതെന്താവും? 309ഉം കിട്ടും. താഴെ 300നെ കട്ട് ചെയ്യുമ്പം 12ഉം കിട്ടും. ഇനി 309ഉം 12നെ നമുക്ക് 3യിൽ കട്ട് ചെയ്യാം. അപ്പോൾ 3യിൽ കട്ട് ചെയ്യുമ്പോഴത്തേക്കും ഇവിടെ നമുക്ക് കിട്ടുക 103ഉം താഴെ എന്താ കിട്ടുക? 4 എന്നും കിട്ടും. ഓക്കെ അല്ലേ? പിന്നെ നമുക്ക് ഇവിടെയും കൂടി മൾട്ടിപ്ലൈ ചെയ്യണം. 8 ഇൻറ്റു 12 96 എന്നും കിട്ടും. അപ്പോൾ നമുക്ക് ഇതിനെങ്ങനെ എഴുതാൻ നോക്കിക്കാൻ ഞാൻ അടുത്ത പേജിലോട്ട് എഴുതാം. അപ്പോൾ ന്യൂമറേറ്റർ 103 ആയിരുന്നു. ഡിനോമിനേറ്റർ ഇവിടെ 4ഉം ഒരു 24ഉം ഉണ്ടായിരുന്നു. നോക്കിക്കേ, ഇവിടെ 103ഉം പിന്നെ താഴെ എന്താ 4 ഇൻറ്റു 24 ആയിരുന്നു അല്ലേ? ഈക്വൽ ടു റൈറ്റ് ഹാൻഡ് സൈഡിലാണെങ്കിൽ 1 പ്ലസ് R ബൈ 96 എന്നും കിട്ടി. അപ്പോൾ ഇത്രയും ക്ലിയർ അല്ലേ? ഇനി 4 ഇൻറ്റു 24 എന്ന് പറയുമ്പം 103 ഡിവൈഡ് ബൈ 96 എന്ന് വരും. ഈക്വൽ ടു 1 പ്ലസ് R ബൈ 96. ഇനി 1നെ എന്ത് ചെയ്യുക? ലെഫ്റ്റിലോട്ട് കൊടുക്കുക. അപ്പോൾ 103 ബൈ 96 മൈനസ് 1 ഈക്വൽ ടു R ബൈ 96. LCM എടുത്തതിന് ശേഷമേ ഈ 96 ക്യാൻസൽ ചെയ്യാവൂ, അല്ലാതെ കട്ട് ചെയ്താൽ ആൻസർ തെറ്റിപ്പോവും കേട്ടോ. അപ്പോൾ LCM എടുക്കുമ്പോൾ 103 മൈനസ് 96 ബൈ 96 ഈക്വൽ ടു R ബൈ 96. ഇനി നിങ്ങൾക്ക് ഡിനോമിനേറ്റർ ക്യാൻസൽ ചെയ്യാം. 96. ഇനി 103 മൈനസ് 96 ആണ് നമ്മുടെ എന്താ? R എന്ന് പറയുന്നത്. അപ്പോൾ Rൻ്റെ വാല്യൂ നമുക്ക് എന്താ കിട്ടുക? 7% എന്ന് കിട്ടും. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ ക്ലിയർ ആയല്ലോ. റേറ്റ് കണ്ടുപിടിക്കാനുള്ള ക്വസ്റ്റ്യൻ ആയിരുന്നു. നിങ്ങൾക്ക് മനസ്സിലായെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനെല്ലാം ഷെയർ ചെയ്ത് കൊടുക്കുക, സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്ത ക്വസ്റ്റ്യനായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, താങ്ക് യു.